പീഡനക്കേസിൽ ഒളിവിലായിരുന്ന മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു പോലീസിൽ കീഴടങ്ങി. പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുന്നിലാണ് മനു കീഴടങ്ങിയത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 2018 രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിലെ അതിജീവിതയെ നിയമസഹായം വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു എന്നാണ് കേസ്. വിനീത വിജി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ തുടരുന്നുണ്ട്. വിനീത, സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോഴും അടിയന്തരമായി മനു കീഴടങ്ങിയതിനു ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും കോടതി പറയുകയുണ്ടായി. ഇതൊരു അനുകൂല സാഹചര്യമാണെന്ന് കണ്ടുകൊണ്ടാണോ ഇപ്പോഴുള്ള ഈ കീഴടങ്ങൽ? അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിലാണ്. ഇവിടെ രാവിലെ 8 മണിയോടുകൂടിയാണ് PG മനു എത്തി കീഴടങ്ങിയത്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതി മനുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഒപ്പം തന്നെ 10 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുൻപ് ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ അത് പിന്നീട് പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഈ ഡിവൈഎസ്പി ഓഫീസിൽ, പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിൽ അഭിഭാഷകനായ PG മനു എത്തിയത്. ഇനി അദ്ദേഹത്തിന്റെ അറസ്റ്റ്, PG മനുവിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം ഈ കേസിൽ രേഖപ്പെടുത്തും. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. പിന്നീടായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഏതാണ്ട് ഉച്ചയോടുകൂടി ആയിരിക്കും ഈ കോടതിയിലേക്ക് ഹാജരാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഒക്ടോബറിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കേസിൽ സഹായം നൽകാമെന്നും വാഗ്ദാനം ചെയ്ത പരാതിക്കാരിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പിന്നീട് ഈ ചിത്രങ്ങൾ മൊബൈലിൽ സൂക്ഷിച്ചുവെന്നൊക്കെ തന്നെ പരാതിയുണ്ട്. ആദ്യഘട്ടത്തിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് പരാതിക്കാരി രംഗത്തെത്തിയിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അവിടെ PG മനുവിന് ജാമ്യം ലഭിച്ചില്ല. തുടർന്നാണ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യാപേക്ഷ സുപ്രീം കോടതി മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാൻ നിർദ്ദേശിക്കുകയും ഒപ്പം തന്നെ കീഴടങ്ങണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ PG മനു ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തി കീഴടങ്ങിയത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകും. വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.